കേരളത്തിൽ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് വോട്ടവകാശം നഷ്ടപ്പെട്ടെന്ന വാർത്ത തിരഞ്ഞെടുപ്പ് ദിനമായ 9-ാം തീയതി തന്നെ ഏറെ ചർച്ചയായിരുന്നു. എന്നാൽ അതിനവർക്ക് അവസരമൊരുക്കും എന്നതായിരുന്നു ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിരുന്നത്. ആ അവസരം ഇനി ലഭ്യമാവില്ലെന്ന് വ്യക്തമായതോടെ വിവിധ സർക്കാർ സർവീസ് സംഘടനകൾ കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. വോട്ട് ചെയ്യാൻ അവസരം നിഷേധിക്കപ്പെട്ടവർ കോടതിയെ സമീപിച്ചെങ്കിലും വോട്ടെണ്ണലിനു ശേഷം മാത്രമേ ഈ കേസുകൾ പരിഗണനയ്ക്ക് എടുക്കുകയുള്ളൂ എന്നതാണ് നിലവിലെ അവസ്ഥ. തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടി ചെയ്യുന്നവർക്ക് വോട്ട് ചെയ്യാൻ അവസരം ഒരുക്കാനുള്ള ഉത്തരവാദിത്തം തെരഞ്ഞെടുപ്പ് കമ്മീഷനുണ്ട്. കേരളത്തിൽ എന്തായാലും ആദ്യമായാണ് ഇത്തരത്തിലൊരു കെടുകാര്യസ്ഥത തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നത്. ഏതാനും കുറച്ചു പേർക്കല്ല ഈ ഭരണഘടനാപരമായ ജനാധിപത്യ അവകാശം നിഷേധിക്കപ്പെട്ടത് എന്നതോർക്കണം. 22,000-നും 35,000-നും ഇടയിൽ ജീവനക്കാർക്കാണ് ഈ ദുരവസ്ഥ ഉണ്ടായിരിക്കുന്നത്. കോടതി ഇടപെടലിനെ തുടർന്ന് വോട്ടിംഗ് അവസരം ഒരുക്കാമെന്നായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോടതിയിൽ അറിയിച്ചത്. എന്നാൽ കോടതി ഇതുമായി ബന്ധപ്പെട്ട ഹർജികൾ മെയ് 22-ലേക്ക് മാറ്റിവെക്കുകയായിരുന്നു. മെയ് 4-ന് വോട്ടെണ്ണലും മറ്റ് തിരഞ്ഞെടുപ്പ് പ്രക്രിയകളും അവസാനിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ പിന്നീട് കോടതി ഇടപെടലിന് സാധ്യതയില്ലെന്നതാണ് വാസ്തവം. ഇതാണ് സാഹചര്യമെങ്കിലും നേരിയ ഭൂരിപക്ഷം മാത്രമുള്ള മണ്ഡലങ്ങളിലെ ഫലത്തിൽ വോട്ടെണ്ണൽ നിഷേധിക്കപ്പെട്ടവർക്ക് നിർണായകമായി ഇനിയും ഇടപെടാനാവുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. 100-ൽ താഴെ മാത്രം ഭൂരിപക്ഷമുള്ള മണ്ഡലങ്ങളിൽ പ്രത്യേകിച്ചും. മാത്രമല്ല, ഇവർ നൽകിയ തെരഞ്ഞെടുപ്പ് ഹർജികൾ റീപോളിംഗിലേക്ക് വരെ എത്തിച്ചേക്കാമെന്നും അഭിപ്രായം ഉയരുന്നുണ്ട്. പ്രത്യേകിച്ചും നിഷേധിക്കപ്പെട്ട ഈ വോട്ടുകൾ നിർണായകമായേക്കാവുന്ന സാഹചര്യത്തിൽ. ഇതിനു പുറമെയാണ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന മറ്റു ചില കെടുകാര്യസ്ഥതകൾ. മലപ്പുറത്ത് വോട്ട് പെട്ടികൾ സൂക്ഷിച്ച സ്ട്രോങ് റൂം തുറക്കുന്നതിനായി കലക്ടർ ആവശ്യമുന്നയിച്ചതായുള്ള വാർത്ത പുറത്തുവരികയുണ്ടായി. എന്നാൽ അതിനെതിരെ വ്യാപകമായി വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും പരാതി ഉയർന്നതോടെ താൻ പെട്ടികൾ തുറക്കുന്നതിനായി ആവശ്യപ്പെട്ടിട്ടില്ലെന്ന് കലക്ടർ മാധ്യമങ്ങളെ അറിയിക്കുകയും ആ ഉദ്യമം ഉപേക്ഷിക്കുകയുമായിരുന്നു. അതിലും വിചിത്രമായൊരു സംഭവവും അരങ്ങേറിയിട്ടുണ്ട്. അതായത്, പൂട്ടിക്കെട്ടിയ വോട്ട് പെട്ടികളോടൊപ്പം അവയുടെ ചാവികൾ കൂടി കൂട്ടിക്കെട്ടിവെക്കുന്ന ശുദ്ധവിഡ്ഢിത്തവും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരിൽ നിന്ന് ഉണ്ടായത്രേ. എത്ര വിചിത്രമായാണ് ഈ വർഷത്തെ തെരഞ്ഞെടുപ്പ് മഹാമഹം അരങ്ങേറിയത്. സർവത്ര കെടുകാര്യസ്ഥത നിറഞ്ഞതായിരുന്നു ഇപ്രാവശ്യത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ്.